ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടോണി റോബിൻസിന്റെ മണി മാസ്റ്റർ ദ ഗെയിം എന്ന വലിയ പുസ്തകത്തെക്കുറിച്ചാണ്. പക്ഷെ പേടിക്കേണ്ട, മുഴുവൻ പുസ്തകവും വായിക്കുന്നില്ല. പകരം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെടുത്ത് നിങ്ങളുടെ സാമ്പത്തിക യാത്രയ്ക്ക് ഒരു വഴികാട്ടിയായി ഒരു ചെറിയ രൂപരേഖയാക്കി മാറ്റുകയാണ് നമ്മൾ. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടിയെന്ന് കരുതുക. പണം ഒരു വിഷയമേ അല്ല. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം തുടങ്ങുന്നത്. ശരി, അപ്പോൾ നമ്മുടെ ഈ യാത്രയിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൃത്യമായി നിർവചിക്കുക എന്നതാണ്. അതായത് നമ്മുടെ ലക്ഷ്യസ്ഥാനം എവിടെയാണെന്ന് ഉറപ്പിക്കുക. അതൊരു വിദൂര സ്വപ്നമായി കാണാതെ നമുക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു യഥാർത്ഥ ലക്ഷ്യമാക്കി മാറ്റണം. അപ്പോൾ എന്താണ് ഈ പറയുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം? സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്കായി പണം പണിയെടുക്കുന്നൊരവസ്ഥ. നിങ്ങളുടെ നിക്ഷേപങ്ങൾ നിങ്ങൾക്കായി വരുമാനമുണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ വരുമാനം നിങ്ങളുടെ എല്ലാ മാസത്തെയും ചെലവുകൾക്ക് തികയുമ്പോൾ പിന്നെ ജോലി ചെയ്യുന്നതൊരു ആവശ്യകതയല്ല, അതൊരു തിരഞ്ഞെടുപ്പ് മാത്രമായി മാറും. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ലക്ഷ്യത്തിന് ഒരു നമ്പർ കൊടുക്കുക എന്നതാണ്. അതാണ് നിങ്ങളുടെ ഫ്രീഡം നമ്പർ. നിങ്ങളുടെ വീട്ടുചെലവ്, ഭക്ഷണം, യാത്രകൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാത്തിനും കൂടി ഒരു മാസം നിങ്ങൾക്ക് എത്ര രൂപ വേണം? ആ സംഖ്യ കണ്ടെത്തുന്നത് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്ത് ഒരു കൊടി നാട്ടുന്നത് പോലെയാണ്. അത്രയും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്തു. ഇനി യാത്ര തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് നിയമങ്ങൾ അറിഞ്ഞിരിക്കണമല്ലേ? ശരിയായ അറിവും ടൂൾസും ഇല്ലാതെ ഒരു യാത്ര തുടങ്ങിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിനുള്ള ചില അടിസ്ഥാന നിയമങ്ങൾ നമുക്ക് വേഗത്തിൽ നോക്കാം. ഒന്നാമത്തെ റൂൾ, ഇതാണ് ഏറ്റവും പ്രധാനം: കോമ്പൗണ്ടിങ്ങിന്റെ മാജിക്. ഐൻസ്റ്റീൻ പറഞ്ഞത് ഇത് ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണെന്നാണ്. സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ പണം നിങ്ങൾക്കായി കൂടുതൽ പണം ഉണ്ടാക്കുന്നു. പിന്നെ ആ പുതിയ പണവും നിങ്ങൾക്കായി പണിയെടുക്കാൻ തുടങ്ങുന്നു. ഒരു ചെറിയ മഞ്ഞക്കെട്ട മലയുടെ മുകളിൽ നിന്ന് ഉരുണ്ടുവന്ന് താഴെ എത്തുമ്പോഴേക്കും ഒരു ഭീമാകാരനായി മാറുന്നത് പോലെയാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്താണെന്ന് വെച്ചാൽ, ഇത് തുടങ്ങാൻ നിങ്ങൾക്ക് ലക്ഷങ്ങളൊന്നും വേണ്ട. ഒരു ഉദാഹരണത്തിന് മാസം വെറും $10 മതി. സംഖ്യയല്ല അവിടെ പ്രധാനം, തുടങ്ങാനുള്ള നിങ്ങളുടെ തീരുമാനവും അത് മുടങ്ങാതെ തുടരാനുള്ള സ്ഥിരതയുമാണ്. ഈ ചെറിയ വിത്ത് കാലം കഴിയുമ്പോൾ ഒരു വലിയ മരമായി വളരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം. ദാ നോക്കൂ, ഈ ചെറിയ തുകയ്ക്ക് കാലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന്. ആദ്യത്തെ 10 വർഷം കഴിയുമ്പോൾ അതൊരു തരക്കേടില്ലാത്ത തുകയായി മാറും. 20 വർഷം കഴിയുമ്പോഴോ വളർച്ചയുടെ സ്പീഡ് കൂടുന്നത് കണ്ടോ? പക്ഷേ ആ യഥാർത്ഥ മാജിക് സംഭവിക്കുന്നത് 30 വർഷം കഴിയുമ്പോഴാണ്. ഭൂരിഭാഗം വളർച്ചയും നടക്കുന്നത് അവസാനത്തെ കുറച്ച് വർഷങ്ങളിലാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത് പണമല്ല, സമയമാണ്. ഇനി രണ്ടാമത്തെ തത്വം, ഇതിനെ നിക്ഷേപത്തിൻ്റെ ഒരു ഹോളി ഗ്രേയിൽ എന്നൊക്കെ പറയാം: അസറ്റ് അലോക്കേഷൻ. ഏത് കാലാവസ്ഥയിലും, അതായത് മാർക്കറ്റ് കയറിയാലും ഇറങ്ങിയാലും, നമ്മളെ സംരക്ഷിക്കുന്ന ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനുള്ള താക്കോലാണിത്. സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ എല്ലാ മുട്ടയും ഒരൊറ്റ കൊട്ടയിൽ വെക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. ഇതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് കോടീശ്വരനായ റേ ഡാലിയോയുടെ ഓൾ സീസൺസ് പോർട്ട്ഫോളിയോ. കണ്ടില്ലേ? ഓഹരികൾ, ബോണ്ടുകൾ, സ്വർണം, ഇങ്ങനെ പലതിലായിട്ട് നിക്ഷേപം അങ്ങ് വിഭജിക്കും. ഇതിൻ്റെ ഐഡിയ വളരെ സിമ്പിളാണ്. ഓഹരി വിപണി താഴോട്ട് പോകുമ്പോൾ ചിലപ്പോൾ സ്വർണത്തിൻ്റെ വില മുകളിലോട്ട് പോയേക്കാം. അങ്ങനെ ഒന്നും മറ്റൊന്നിനെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകും. ഇനി മൂന്നാമത്തെ, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം: നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയോ? അത് നിങ്ങൾ തന്നെയാണ്. മാർക്കറ്റിനേക്കാൾ നമ്മളെ തോൽപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം വികാരങ്ങളാണ്. ഭയവും അത്യാഗ്രഹവുമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. നോക്കൂ, നമ്മുടെ മുന്നിൽ 2 വഴികളുണ്ട്. ഒന്നാമത്തെ വഴി വികാരങ്ങൾക്കനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ പേടിച്ചെല്ലാം വിൽക്കും, മുകളിലോട്ട് പോകുമ്പോൾ ആർത്തിമൂത്ത് വാങ്ങിക്കൂട്ടും. പക്ഷെ മറ്റേ വഴി നോക്കൂ, അച്ചടക്കമുള്ള നിക്ഷേപകൻ്റേതാണ് ആ വഴി. അവർക്ക് കൃത്യമായൊരു പ്ലാനുണ്ട്. അവർ ക്ഷമയോടെ അതിൽ ഉറച്ചു നിൽക്കും. അപ്പോൾ ചോദ്യം ഇതാണ്: നിങ്ങൾ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്? ശരി, അപ്പം നമ്മൾ ലക്ഷ്യം സെറ്റ് ചെയ്തു, നിയമങ്ങളും പഠിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം: നമ്മുടെ ആക്ഷൻ പ്ലാൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ തുടങ്ങാൻ പറ്റുന്ന 7 സ്റ്റെപ്പുകൾ. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഇതാണ് ആദ്യത്തെ 4 സ്റ്റെപ്പുകൾ. ഒന്നാമത്തത്, നിങ്ങളുടെ ഫ്രീഡം നമ്പർ കണ്ടുപിടിക്കുക. അതായത് ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി അറിയുക. എങ്ങോട്ടാ പോകുന്നതെന്നറിയാതെ വണ്ടി വിട്ടിട്ട് കാര്യമില്ലല്ലോ അല്ലേ? 2, നിങ്ങളുടെ സമ്പാദ്യം ഓട്ടോമേറ്റ് ചെയ്യുക. ശമ്പളം വരുമ്പോൾ തന്നെ ഒരു ഭാഗം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകണം, ബാക്കി കൊണ്ട് ജീവിക്കുക. പേ യോർസെൽഫ് ഫസ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. മൂന്നാമത്തത്, എത്രയും പെട്ടെന്ന് തുടങ്ങാം. കോമ്പൗണ്ടിങ്ങിൻ്റെ ആ മാജിക് വർക്കാവാൻ സമയം വേണം. നാലാമത്തത്, നിങ്ങളുടെ ഓൾ സീസൺസ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. മാർക്കറ്റ് എന്ത് കാണിച്ചാലും നമ്മൾ സേഫ് ആയിരിക്കണം.
ഇനി അടുത്ത 3 സ്റ്റെപ്പുകൾ ഇത് നിങ്ങളുടെ യാത്രയുടെ വേഗത കൂട്ടും. 5-മത്തേത് ഒന്നിൽ കൂടുതൽ വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കുക. പ്രധാന വരുമാനം ഇൻവെസ്റ്റ് ചെയ്യുക, സൈഡ് വരുമാനം കൊണ്ട് ലൈഫ് എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക. 6-മത്തെ കാര്യം നിങ്ങളുടെ പ്ലാനിൽ ഉറച്ചു നിൽക്കുക. മാർക്കറ്റ് ഇടിയുമ്പോൾ എല്ലാവരും പേടിച്ച് വിൽക്കും, പക്ഷേ അതാണ് വാങ്ങാനുള്ള ഏറ്റവും നല്ല അവസരം. വികാരങ്ങളെ മാറ്റി നിർത്തി പ്ലാനിൽ സ്റ്റക്ക് ഓൺ ചെയ്യുക. അവസാനത്തേത് 7-മത്തെ സ്റ്റെപ്പ് തിരികെ നൽകുക. ടോണി റോബിൻസ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ജീവിക്കുന്നതിൻ്റെ രഹസ്യം കൊടുക്കുന്നതിലാണെന്ന്. നമ്മൾ സമ്പാദിച്ചത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ ആ പണത്തിനൊരു പുതിയ അർത്ഥം വരും. അങ്ങനെ നമ്മൾ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുവാണ്. പക്ഷേ ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ പാഠം ഇനിയാണ് വരാൻ പോകുന്നത്. യഥാർത്ഥ നിധി എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പൂജ്യങ്ങളല്ല. ടോണി റോബിൻസ് പറഞ്ഞതുപോലെ സമ്പത്തെന്ന് പറയുന്നത് പണം മാത്രമല്ല, അത് സ്വാതന്ത്ര്യമാണ്, സുരക്ഷിതത്വമാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള കഴിവും കൂടിയാണ്. ശരിയല്ലേ? പണം ഒരു ലക്ഷ്യമല്ല, ആ ജീവിതത്തിലേക്കുള്ളൊരു ടൂൾ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുക? നിങ്ങളുടെ യാത്ര തുടങ്ങുന്നത് ആ ഉത്തരത്തിൽ നിന്നാണ്.